ഈ അവസാന നിമിഷം ലവ് ട്രാക്ക് പിടിക്കാനുള്ള ബോധമൊന്നും അനീഷേട്ടനില്ല. നമ്മുടെ ആദിലമോള് പറയുന്ന ഡയലോഗാണേ. ആദിലമോള് ഡയലോഗൊക്കെ അടിച്ചോ, പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അനീഷേട്ടൻ ഇപ്പോൾ ലവ് ട്രാക്ക് ആണെങ്കിലും ശരി, അതോ ഇനി പുള്ളിയുടെ ഉള്ളിലുള്ള ശരിക്കുള്ള സ്നേഹം അത് പറഞ്ഞതാണെങ്കിലും ശരി, ആ ഒരു സംഭവം ഇന്ന് രാവിലെ പറഞ്ഞതുകൊണ്ടാണ് ആദിലയും നൂറയും അനുമോളും 3 പേരും കൂടെ വട്ടം കൂടിയിരുന്ന് സംസാരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അത് എല്ലാവരും ഒന്ന് മനസ്സിലാക്കണേ. ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് ഏവർക്കും അങ്ങോട്ട് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു പ്രണയ കഥയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഒന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. രാവിലെ എന്തായാലും അനീഷേട്ടൻ നെഞ്ചും പിരിച്ച് അനുമോളോട് ഇഷ്ടം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 പേഴ്സ്പെക്റ്റീവ് ഉണ്ട് കേട്ടോ. ഈ ഒരു നമ്മുടെ അനീഷേട്ടൻ്റെ ആ ഒരു പ്രണയം പറച്ചിലിനെ നമുക്ക് 2 പേഴ്സ്പെക്റ്റീവൂടെ കാണാം. ഒന്ന്, അനീഷേട്ടനെ ഒരു ഗെയിമറായിട്ട് നമുക്ക് കാണാം. ഈ ബിഗ് ബോസിൽ ഇനി അവസാന 9 ദിവസങ്ങളാണ് നടക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് വലിയ കണ്ടന്റും കാര്യങ്ങളും ഒന്നും അവിടെ ഇപ്പോൾ ഇല്ല. ആകെ ഉണ്ടായിരുന്നത് ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ ദിവസം അനുമോളും അതിലെ നൂറേം തമ്മിൽ തല്ലി. അതിനുശേഷം അവർ പിന്നെയും റീജോയിൻ ആവുന്നുണ്ട്. ഇന്നലെ മറ്റേ വായിൽ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇന്നായപ്പോൾ രാവിലെ 3 പേരും കൂടെ ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നുണ്ട്. അവരുടെ അകത്തായി എവിടെയോ ഒരു ഫ്രണ്ട്ഷിപ്പ് കിടപ്പുണ്ട്, അതുകൊണ്ടായിരിക്കാം. പിന്നെ അനുമോളെ ഇടയ്ക്കിടയ്ക്ക് കുത്തിയിരുന്ന് അവരാധിക്കുന്നുണ്ടായിരുന്നു. മറ്റേ ഇന്നലെ പാതിരാത്രിയിൽ കണ്ടില്ലേ, അക്ബർ കാക്കാടിക്ക് ആദിലമോള് ചെന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേ അവള് ഫ്രണ്ട്ഷിപ്പിലൊക്കെ ഉടായിപ്പാണ്, അവള് എന്താ ത്രോ എവേ ആണ്, ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രണ്ട്സിനെ എന്നൊക്കെ പറയുന്നുണ്ട്. അക്ബർ കാക്കയും അത് കൂട്ടിക്കൊടുക്കുന്നുണ്ട് ഇച്ചിരി. അതായത് അവളുടെ കൂട്ടുകാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അക്ബർ കാക്കയൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള കണ്ടന്റുകൾക്കിടയിലേക്ക് അനീഷേട്ടൻ ചിലപ്പോൾ ഒരു ഗെയിം ചേഞ്ചർ ആയതാണെങ്കിലോ, നീ ഇപ്പോൾ അറിഞ്ഞോണ്ടാണെങ്കിലും അല്ലെങ്കിലും പുള്ളി ഇന്നൊരു രാവിലെ ഒരു ഗെയിം ചേഞ്ചറായി മാറി. പുള്ളിയുടെ ഗെയിം ചേഞ്ചാണ് അനുമോളും ആദിലയും നൂറയും ഇരുന്ന് സംസാരിക്കാനുള്ളൊരു സാഹചര്യം അതെത്തിയത്. മനസ്സിലായില്ലേ? നേരെ ഇന്നലെ വരെ അനുമോളോട് ഭയങ്കര കെയറിങ് കാണിച്ചിട്ട് ആ കെയറിങ്ങിൻ്റെ പുറത്ത് ഇന്ന് രാവിലെ ഇഷ്ടം പറഞ്ഞു. അനുമോൾ അതിനെ വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല, അല്ലെങ്കിൽ നൈസായിട്ട് അതിനെ ഡീൽ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് ഒറ്റടിക്ക് അനുമോൾ പറഞ്ഞൊന്നുമില്ല എനിക്ക് ചേട്ടനെ ഇഷ്ടമല്ല എന്നുള്ള സാധനമൊന്നും പറഞ്ഞില്ല. അങ്ങ് പറയേണ്ടതായിരുന്നു. ഇഷ്ടമല്ല എന്നല്ല, ചേട്ടാ എനിക്ക് താല്പര്യമില്ല എന്നങ്ങ് പറയേണ്ടായിരുന്നു. ഞാൻ ചേട്ടനെ എൻ്റെ സ്വന്തം ചേട്ടനെ പോലെ കണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാലും ഓക്കെ. അതിന് പകരം അനുമോള് പറഞ്ഞത് ചേട്ടാ ദാരിദ്ര്യം അങ്ങനെയാണ് ഇങ്ങനെയാണ്, സെറ്റിലായിട്ടില്ല, മാങ്ങയാണ് ചേനയാണ്, അങ്ങനെ അല്ലായിരുന്നു പറയേണ്ടത്. പ്രത്യേകിച്ച് പുള്ളിയെപ്പോലെ ഒരാളുടെ അടുക്കുക. അനുമോള് തെറ്റിയതെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, പക്ഷെ പുള്ളിയെപ്പോലെ ഒരാളെ ഡീൽ ചെയ്യേണ്ട വേറെ രീതിയിലായിരുന്നു. ഒന്നാമതൊരു പാവപ്പെട്ട ഒരു നിഷ്കളങ്കൻ, മനസ്സിലായില്ലേ? ഒരു കോടന്നൂരെന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അതും കുറേ ആയിട്ട് ഒറ്റപ്പെടലിലൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ. പുള്ളിയുടെ ഉള്ളിൽ അങ്ങനെ ഒരു സ്നേഹം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് അനുമോളും നല്ല രീതിയിൽ അനീഷേട്ടനെ കെയർ ചെയ്യുന്നുണ്ട്, അനീഷേട്ടൻ അതിൻ്റെ ഇരട്ടിക്ക് അനുമോളെ കെയർ ചെയ്യുന്നുണ്ട്. അപ്പം പുള്ളിയുടെ മനസ്സിൽ അങ്ങനെ ഒരു സാധനം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ജെന്യുവൻ ആണെങ്കിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഇനി അതല്ല ഗെയിമിന് വേണ്ടിയിട്ടാണ് പുള്ളി അത് ചെയ്തെങ്കിലും കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം അവിടെ കണ്ടന്റ് ഇല്ല. പുള്ളി പുതിയൊരു കണ്ടന്റ് ഇട്ടു, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഒരു 98% അല്ലെങ്കിൽ 98.9% എൻ്റെ മനസ്സിൽ പറയുന്നത് അതൊരു ഗെയിമൊന്നും ആവാൻ ചാൻസ് ഇല്ല കേട്ടോ. ഗെയിം അല്ല, പുള്ളി ജെന്യുവനായിട്ട് പറഞ്ഞതായിരിക്കാം. പുള്ളിയുടെ മനസ്സിലെ ആ ഒരു സ്നേഹം, അങ്ങനെ ഒരു സ്നേഹം പുള്ളിക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും അതിനകത്തും പുള്ളിയെ കുറ്റം പറയാൻ പറ്റത്തില്ല. എന്താണെങ്കിലും ഇന്ന് രാവിലെ നമ്മുടെ ഊഞ്ഞാലിരിക്കുകയാണ് നമ്മുടെ അനുമോള് പുറത്തെ. അപ്പം അനീഷേട്ടൻ ഇങ്ങനെ നടന്നു വരുന്നു, വന്നിട്ട് ഓപ്പോസിറ്റുള്ള ഊഞ്ഞാലിൽ വന്നിരിക്കുന്നു. ഇരിക്കുമ്പോഴത്തേക്ക് കുണ്ടി അങ്ങോട്ട് ശരിയായില്ല. എന്താ മറ്റേ നമ്മുടെ ഊഞ്ഞാലി കിടക്കുന്ന ആ ഒരു ചെറിയ പില്ലോ ഉണ്ടല്ലോ, അത് ശരിയായിട്ടല്ല ഇരിക്കുന്നത്. അപ്പം അനുമോള് പറയുന്നത് ചേട്ടാ ശരിയാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ശരിയാക്കുന്നുണ്ട്. അതിനുശേഷം അനുമോൾ ഇങ്ങനെ മേപ്പോട്ടൊക്കെ നോക്കിയിട്ട് അനീഷേട്ട തുമ്പികൾ മറ്റേ കുഞ്ഞു തുമ്പികൾ ഉണ്ടായിരുന്നല്ലോ ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടേ, അപ്പോൾ അത് വലുതായതായിരിക്കും അല്ലേ അനീഷേട്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം അനുമോള് പറയുന്നുണ്ട് ചേട്ടാ എൻ്റെ ബോട്ടിൽ കാണാനില്ല ചേട്ടാ, ഞാൻ ഇന്നലെ രാത്രി മൊത്തം ഇവിടെ നോക്കി ചേട്ടാ, അതിവിടെ കാണുന്നില്ല, അതെവിടെ പോയി, അത് എവിടെയും പോകത്തൊന്നുമില്ല മോളെ, ഇവിടെ ഉണ്ടാവും നമുക്ക് നോക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അനീഷേട്ടൻ. എന്നിട്ട് ചോദിക്കുന്നു അനുമോളുടെ അടുക്കെ, മോളെ എന്നെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ മോളുടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഉടനെ അനുമോള് പറയുന്നുണ്ട് അനീഷേട്ടൻ ഇപ്പോൾ കുറേ മാറി, സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. സത്യമാണ്, ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം ഇന്ന് രാവിലെ അനുമോളോട് സംസാരിച്ചതിന് ശേഷം വീണ്ടും പഴയതുപോലെ ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഞാൻ വെറുതെ പറഞ്ഞേട്ടാ, അങ്ങനെ മാറിയിട്ടൊന്നുമില്ല. ഇപ്പോൾ ഇതേ മോർണിംഗ് ആക്ടിവിറ്റി ഒക്കെ നടക്കുകയാണ്, പുള്ളി ചില്ലായിട്ട് തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ ഒരു സാധനം അനുമോള് പറയുന്നുണ്ട്. ആദ്യമൊക്കെ വന്ന സമയത്ത് താല്പര്യമില്ലായിരുന്നു ചേട്ടനോട്, എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല ഒരാളാണ് നിങ്ങൾ, ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നൊക്കെ പറയുന്നുണ്ട്.
ഉടനെ അനീഷേട്ടൻ ചോദിക്കുന്നുണ്ട്, ശരിക്കും ശരിക്കും അങ്ങനെയൊക്കെയാണോ? എന്നിട്ട് അനീഷേട്ടൻ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ എന്നൊരു ചോദ്യം. സത്യം പറഞ്ഞാൽ അനുമോള് ബ്ലഷ് ചെയ്ത്, അനുമോൾക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. ഇങ്ങനെ ഒരു സാധനം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രതീക്ഷിച്ചില്ല. ഉടനെ അനുമോള്, അയ്യോ അമ്മേ തമാശ പറയല്ലേ അനീഷേട്ടാ, അതെന്താ അങ്ങനെ സംസാരിച്ചത്, ഈശ്വര എനിക്ക് വയ്യ എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, ചേട്ടാ മൈക്കുണ്ട് ചേട്ടാ, ക്യാമറയൊക്കെ ഉണ്ട് ചേട്ടാ, എല്ലാം പുറത്തു പോകും ചേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. അനുമോൾക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു പേടി നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല പേടിയുണ്ട്. പുറത്തത് എങ്ങനെ എടുക്കുമെന്ന് അനുമോൾക്ക് അറിയത്തില്ല. പിന്നെ അനുമോളുടെ ഉള്ളിൽ ഒരു പേടി കാണും. കാരണം അനുമോള് തമാശക്കാണെങ്കിലും കുറച്ച് ദിവസങ്ങളായിട്ട് അനീഷേട്ടനൊരു കെയർ കൊടുക്കുന്നുണ്ട്, ഒരു സ്നേഹം തിരിച്ചുണ്ട്. ഒറ്റപ്പെട്ട സമയത്തൊക്കെ അനീഷേട്ടൻ നന്നായിട്ട് കെയർ. കഴിഞ്ഞ ദിവസം പൊമോഗ്രാനൈറ്റൊക്കെ കൊണ്ടുവന്ന് മോള് കഴിക്ക്, മനസ്സിലായോ? അപ്പൊ ആ സാധനം അപ്പത്തൊട്ട് അനുമോൾ എന്നിട്ട് അത് പറയുന്നുണ്ട്, അതിലിടയ്ക്കിരുന്ന് പറയുന്നുണ്ട്. ഈ പൊമോഗ്രാനൈറ്റ് ഒക്കെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കൊണ്ട് തന്നപ്പോഴത്തേക്ക് നമുക്കത് പറയാം. അതിനു മുമ്പ് ഇതൊന്ന് ക്ലിയർ ചെയ്ത് വിടാം. അപ്പൊ ഇങ്ങനെയുള്ള സംസാരങ്ങൾ ഇവരുടെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. എന്നിട്ട് അനുമോൾ തന്നെ ചോദിക്കുന്നുണ്ട്, ചേട്ടാ പ്രാങ്ക് ആണോ ഇത്, പ്രാങ്ക് ആണോ? ഉടനെ അനീഷേട്ടൻ പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചതിന് ഉത്തരം താ മോളെ. ഒരു 3-4 തവണ പറയുന്നുണ്ട്, ഞാൻ ചോദിച്ചതിന് ഉത്തരം താ മോളെ. ഉടനെ അനുമോൾ പറയുന്നുണ്ട്, ഒന്ന് പോ ചേട്ടാ അവിടുന്ന്, ഒന്ന് പോയേ അവിടുന്ന്. ബിഗ് ബോസ് വിളിച്ചിട്ട് പ്രാങ്ക് വല്ലതും ചെയ്യാൻ പറഞ്ഞതാണോ? എന്നെ 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 ഇങ്ങനെ എന്നെ കുറിച്ച് എന്താ ചേട്ടൻ്റെ അഭിപ്രായം എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട്. വളരെ നീറ്റായിട്ടാണ് അനുമോൾ ചോദിക്കുന്നത്, എന്നെ കുറിച്ച് എന്താ ചേട്ടൻ്റെ അഭിപ്രായം? ഉടനെ അനീഷേട്ടൻ പറയുന്നു, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. ഉടനെ അനുമോള്, ഇത് പ്രാങ്കാണ്, ഇത് പ്രാങ്കാണ് മകനെ, ഞാൻ വീണില്ല, പോ 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 ഇത് പ്രാങ്കാണ് എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. ഉടനെ അനീഷേട്ടൻ, ശരിക്കും പറ, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ എന്നൊക്കെ അനീഷേട്ടൻ ചോദിക്കുന്നുണ്ട്. ഉടനെ അനുമോള്, പോ അവിടുന്ന്, ഇപ്പൊ ഞാൻ കല്യാണത്തിനെ പറ്റി ഒന്നും അങ്ങനെ ചിന്തിക്കുന്നില്ല ചേട്ടാ, ഞാൻ എൻ്റെ കരിയറിലൊന്ന് റെഡി ആവണം, എനിക്കൊന്ന് സെറ്റിൽ ആവണം ചേട്ടാ, ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ട് ചേട്ടാ, ലോൺ ഉണ്ട് ചേട്ടാ, ഇതൊക്കെ എനിക്ക് തീർക്കണം ചേട്ടാ, എനിക്കൊരു അഫെയർ ഉണ്ടായിരുന്നു ചേട്ടാ, അത് പൊട്ടിപ്പൊളിഞ്ഞു പോയി, അതോടുകൂടി ഞാൻ ഈ പരിപാടി, ഈ കല്യാണം എന്ന് പറഞ്ഞ പരിപാടി ഞാൻ അടച്ചു പൂട്ടിയതാ, പിന്നെ അച്ഛൻ്റെ അമ്മയുടെയും ആഗ്രഹമാണ്, അതുകൊണ്ട് ഞാൻ കല്യാണമൊക്കെ കഴിക്കും, പക്ഷേ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ചേട്ടാ, എനിക്ക് സെറ്റിൽ ആവണം ചേട്ടാ എന്നൊക്കെ ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അനുമോള്. അല്ലാതെ അനീഷേട്ടനെ എനിക്ക് ഇഷ്ടമല്ലെന്നോ നമുക്ക് പിന്നെ നോക്കാമെന്നോ അങ്ങനൊന്നും അനുമോള് പറയുന്നില്ല. അനുമോളുടെ ജീവിതം, അനുമോളുടെ അവസ്ഥകൾ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അനീഷേട്ടൻ അവിടെ നിന്ന് എണീറ്റ് പോകും കേട്ടോ. ആ മനുഷ്യൻ, കാരണം അനീഷേട്ടൻ ചോദിക്കുന്ന, അല്ലെങ്കിൽ ചോദിക്കുന്നതിന് ഉത്തരം കിട്ടുന്നില്ല, അനീഷേട്ടൻ പ്രതീക്ഷിക്കുന്ന ഒരു റിപ്ലൈ ഇല്ല, ഒന്നുമില്ല. അപ്പൊ അനീഷേട്ടൻ അവിടെ നിന്ന് എണീറ്റ് പോകും, മുഖം വീർപ്പിച്ചിട്ടാണ് എണീറ്റ് പോകുന്നത്. ഉടനെ അനുമോൾ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ദൈവമേ കളി കാര്യമായോ, ബിഗ് ബോസ് എന്നെ ഒന്ന് കൺഫഷൻ റൂമിലേക്ക് വിളിക്കുമോ, ബിഗ് ബോസ് എന്തോ ഇവിടെ സംഭവിക്കുന്നത് എന്നൊക്കെ അനുമോൾ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അനുമോൾ നൈസായിട്ട് ആദിലെ കൈയും കാലും ഒക്കെ കാണിച്ച് വിളിക്കും. ആദിലെ പിടിച്ച് നമ്മുടെ മാരുതി സുസുക്കിയുടെ ആ ഏരിയ ഉണ്ടല്ലോ അവിടെ പിടിച്ചിരുത്തും. എന്നിട്ട് ആദിലയോട് കാര്യം അങ്ങോട്ട് അവതരിപ്പിക്കും. ഉടനെ ആദില ആദ്യം ഒന്ന് ഞെട്ടി ഇതൊക്കെ കേട്ടപ്പം. അതിലെന്നിട്ട് പറയുന്നുണ്ട്, പുള്ളി വെറുതെ പറഞ്ഞായിരിക്കും, അങ്ങനൊന്നും കാണത്തില്ല. ഉടനെ അനുമോള് പറയുന്നുണ്ട്, അങ്ങനെ അല്ല, എനിക്ക് പേടിയാവുന്നടാ, കുറച്ച് ദിവസമായിട്ട് ഭയങ്കര കെയറിങ് ആയിരുന്നു പുള്ളി, ഇത്രയും ഒരു എന്താ ആദ്യമായിട്ടാണ് എന്നെ ഇങ്ങനെ ഒരാളിങ്ങനെ വിവാഹം കഴിക്കുമോ എന്നുള്ള കാര്യമൊക്കെ ചോദിക്കുന്നതൊക്കെ ആദ്യമായിട്ടാണ്, ബ്ലഷ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ കുറച്ച് ദിവസമായിട്ട് ഈ കെയറിങ് കണ്ടപ്പോഴേ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് പൊമഗ്രാനൈറ്റ് കഴിഞ്ഞ ദിവസം കൊണ്ട് തരിക. ഞാൻ ഇപ്പോൾ പറഞ്ഞു ചേട്ടാ അത് എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്, ചേട്ടൻ കഴിക്കൂ എന്നൊക്കെ പറഞ്ഞപ്പം പുള്ളി എനിക്ക് തരിക, പുള്ളി എല്ലാ കാര്യത്തിലും ഒരു കെയറിങ്. അപ്പം എനിക്കെന്തോ ഒരു ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇങ്ങനെ ആവുമെന്നൊന്നും വിചാരിച്ചില്ല എന്നൊക്കെ അനുമോള് പറയുന്നുണ്ട്. അനുമോളെ, ഈ ലൈവൊക്കെ കണ്ടുകൊണ്ടിരുന്ന നമ്മളും വേറെയും കുറെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. അനീഷേട്ടൻ കെയർ ചെയ്യുന്നുണ്ട്, 2-3 ദിവസമായിട്ട് ഭയങ്കര കെയറിങ് ആണ്. പക്ഷെ അതിന് മുമ്പ് തൊട്ട് അനുമോളുടെ ഒരു കെയറിങ് ഉണ്ടായിരുന്നു. അനീഷേട്ടന് മേക്കപ്പ് ഇട്ട് കൊടുക്കുന്നു, മനസ്സിലായോ? അതൊക്കെ പുള്ളിയോട് ചെയ്യുമ്പോൾ, പുള്ളി കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് ഒരു ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന ഒരു പാവം മനുഷ്യനാണ്. പുള്ളിയുടെ മനസ്സിലെ ഒന്ന് ചാഞ്ചാടിക്കാൻ അതൊക്കെ മതിയായിരിക്കും. പുള്ളി ഒന്ന് ചാഞ്ചാടിപ്പോയി. പുള്ളി വിചാരിച്ചു, എവിടെയാ കുട്ടിക്ക് എന്നോടൊരു ലുട്ടുട്ടുട്ടുട്ടു പറയാൻ പറ്റത്തില്ല, പുള്ളി കുറ്റം പറയാൻ പറ്റത്തില്ല. ഇനി ഞാൻ വീണ്ടും പറയുന്നു, പുള്ളിയുടെ ഒരു ഗെയിമാണ്, നമുക്ക് അറിയത്തില്ല. പുള്ളി ഒരു ഗെയിം കളിക്കാനാണ് അവിടെ വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഗെയിമാണോ പുള്ളിയുടെ നമുക്ക് ഒരിക്കലും ഞാൻ പറഞ്ഞല്ലോ 98% വിചാരിക്കുന്നത്, വിശ്വസിക്കുന്നത് പുള്ളി ഇമോഷണലാണ്, പുള്ളി അത് ജെനുവിനായിട്ട് പറഞ്ഞതാണ് എന്നാണ്. പക്ഷെ ഒരു 2% ഞാൻ അപ്പോഴും അവിടെ വെച്ചേക്കുന്നു, ഗെയിം കളിച്ചതാണോ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പൊ എന്താണെങ്കിലും ഇതിനെപ്പറ്റി അതിലെ അനുമോളും കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നെവിൻ വന്ന് വിളിക്കുന്നൊക്കെ ഉണ്ട്. ആദില, നെവിൻ അല്ല സാബുമാൻ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് വരാന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആദില പോകുന്നുണ്ട്. അനുമോക്ക് പക്ഷെ ഇരുന്നിട്ട് അങ്ങോട്ട് ഉറപ്പ് വരുന്നില്ല, മനസ്സിലായില്ലേ? അപ്പൊ ആദില പറയുന്നുണ്ട്, ഈ അവസാന നിമിഷം പുള്ളി ഇങ്ങനെ ലവ് ട്രാക്ക് പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതിനുള്ള ബുദ്ധിയൊന്നും പുള്ളിക്ക് ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പുള്ളിക്ക് ബുദ്ധി ഇല്ലാത്ത മനുഷ്യനായിട്ടൊന്നും എനിക്ക് പുള്ളിയെ കാണാൻ പറ്റുന്നില്ല, അത്യാവശ്യം ബുദ്ധിയുള്ള മനുഷ്യൻ തന്നെയാണ്. പക്ഷെ ഈ കേസിൽ ഈ ഒരു
പ്രേമക്കേസിൽ പുള്ളി ഗെയിം ഇറക്കിയതാണെന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. സീരിയസ് ആയിട്ട് 98 വേണമെങ്കിൽ 99% ഞാൻ അതിനെ അങ്ങനെ ഗെയിമായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും ഇതൊരു ഗെയിം ഷോ ആണല്ലോ, അതിനകത്ത് എല്ലാവരും ഗെയിം കളിക്കാനാണല്ലോ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പെർസെൻറ്റേജ് ഗെയിമായിട്ട് വെച്ചേക്കാം. പക്ഷെ എന്താണെങ്കിലും പുള്ളിയുടെ ആ ഒരു സങ്കടം, സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം തോന്നി കേട്ടോ പുള്ളിയുടെ ആ ഒരു അവസ്ഥ കണ്ടപ്പോൾ. പുള്ളിയെ കുറ്റം പറയാൻ പറ്റത്തില്ലടോ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, വർഷങ്ങളായിട്ട് ഒറ്റപ്പെട്ട് ജീവിക്കുക, പുള്ളിക്കൊരു കൂട്ട് വേണമെന്നൊക്കെ കാണും. അപ്പൊ അനുമോളുടെ ഈ കുഞ്ഞു കുഞ്ഞു കെയറൊക്കെ, അത് അനുമോൾ എല്ലാവരുടെക്കിലും അങ്ങനെയാണ് എന്നാണ് പൊതുവേ ഉള്ളൊരു പറച്ചിൽ. കാരണം അനുമോൾക്ക് ഇഷ്ടമുള്ള ആളുകളെ, അനുമോളെ കെയർ ചെയ്യുന്ന ആളുകളെ അനുമോൾ തിരിച്ച് അതേപോലെ സ്നേഹിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അനുമോളെ ഞാനൊന്നും ഒരിക്കലും കുറ്റം പറയത്തില്ല. പക്ഷെ അത് ക്ലിയർ ചെയ്ത് വിടണം ഇപ്പൊ തന്നെ, പിന്നത്തേക്ക് വെക്കാതെ ഇന്ന് തന്നെ. അവിടെ ബാക്കിയുള്ള ആൾക്കാരിലേക്കൊക്കെ എത്തുന്നതിന് മുന്നേ അനുമോൾ തന്നെ അത് ഡീൽ ചെയ്യണം, പറഞ്ഞു മനസ്സിലാക്കണം. അതായത് അനീഷേട്ടാ, ഞാൻ നിങ്ങളെ ചേട്ടനെ പോലെ കണ്ടേക്കുന്നത്, അല്ലാതെ വേറെ പരിപാടിയൊന്നും ഇല്ല, അങ്ങനൊന്നും എനിക്ക് കാണാനേ പറ്റത്തില്ല എന്ന് വളരെ ക്ലിയർ ആയിട്ട് പിടിച്ചിരുത്തി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അല്ലാതെ ആദില കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ആദില പോയി കഴിയുമ്പോൾ നൂറെ അനുമോൾ പോയി വിളിക്കുന്നുണ്ട്, എന്നിട്ട് നൂറെ പിടിച്ചിരുത്തുന്നുണ്ട്, നൂറെ പിടിച്ചിരുത്തിയിട്ട് നൂറയോട് കാര്യം പറയുന്നുണ്ട്. അനുമോൾ ആ 2 പേരെ നല്ല സുഹൃത്തുക്കളായിട്ട് തന്നെ കേട്ടോ കണ്ടിരിക്കുന്നത്, നല്ല സുഹൃത്തുക്കളായിട്ടാണ്. അല്ലെങ്കിൽ അനുമോൾ അവരെ വിളിച്ചത് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നൂറെ പിടിച്ചിരുത്തി നൂറയോട് കാര്യം പറയുന്നുണ്ട്. അവരും ഇത് കേൾക്കുമ്പോഴത്തേക്ക് അനുമോളെ ഇട്ടിട്ട് പോകുന്നൊന്നുമില്ല കേട്ടോ, അനുമോളുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഷാനവാസിക്ക കയറി വരുന്നുണ്ട്. അതായത് ഇവരുടെ അടുക്കലല്ല, ബാത്റൂമിൽ വെച്ച് അനുമോളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പുള്ളിയോടൊന്നും അനുമോൾ ഈ കാര്യം പറയുന്നില്ല. അനുമോൾക്ക് അത്ര കംഫർട്ടായിട്ടുള്ള 2 പേര്, വഴക്കൊക്കെ ഉണ്ടായി, പക്ഷെ സ്റ്റിൽ സുഹൃത്തുക്കളാണ്. അതുകൊണ്ടാണ് അവരെ വിളിച്ചെടുത്ത് കാര്യം പറയുന്നത്. നൂറയും ചെന്നിരിക്കുന്നുണ്ട്. നൂറ ആദ്യമേ അടുക്കുന്നൊന്നുമില്ല, അതായത് മറ്റേ പഴയ കേസിന്റെ കഥ പറയാനാണെന്നായിരിക്കും വിചാരിച്ചത്. അങ്ങനെ പറയുന്നുണ്ട്, ഞാനത് ആ ഒരു മൂഡിലാണ് ഇരിക്കുന്നതെന്ന് നൂറ പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം അനുമോൾ അങ്ങോട്ട് പറഞ്ഞപ്പോഴത്തേക്ക് നൂറ ഒന്ന് ഞെട്ടിപ്പോയി, ഒന്ന് ഞെട്ടുന്ന പോലെയാണ് ഇരിക്കുന്നത്. പക്ഷെ അവസാനമായപ്പോൾ നൂറ പറയുന്നുണ്ട്, ഇത് ഞാൻ പ്രതീക്ഷിച്ചതാണ്, ഇത് ഞാൻ പ്രതീക്ഷിച്ച കാര്യമാണ്, എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം നീ പുള്ളിക്ക് കൊടുക്കുന്ന കെയർ, പുള്ളി തിരിച്ചുള്ള കെയർ, പുള്ളി ഒരു സാധുവാണ്. ആദിലയും പറയുന്നുണ്ട്, എടാ പുള്ളി സാധുവാണ്, പുള്ളിക്ക് അത് ഭയങ്കര സീനായി പോകും. എന്നിട്ട് ആദില പറയുന്നുണ്ട്, ആ മനുഷ്യൻ ശരിക്കും മൂഡ് ഓഫ് ആണ്, വളരെ മൂഡ് ഓഫ് ആണ്. കാരണം നൂറയും അനുമോളും സംസാരിക്കുമ്പോഴത്തേക്ക് ആദിലയില്ല, ആദില പോയി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആദില എന്നിട്ട് കിച്ചണിൽ നിന്നിട്ട് അനീഷേട്ടൻ അവിടെ നിന്ന് പണിയെടുക്കുന്നുണ്ട്. അപ്പം ആദില മാക്സിമം സംസാരിക്കാൻ നോക്കുന്നുണ്ട് അനീഷേട്ടനോട്. അനീഷേട്ടൻ്റെ മുഖം ഇത്രയാണ്. അപ്പൊ അതൊക്കെ ചോദിക്കുന്നുണ്ട്, എന്താണ് അനീഷേട്ടാ നിങ്ങളിങ്ങനെ മുഖമൊക്കെ ഇങ്ങനെ വീർപ്പിച്ചിരിക്കുന്നത്? കാര്യമൊന്നും ചോദിക്കുന്നില്ല. അത് വളരെ നീറ്റായിട്ട് തന്നെയാണ് ആദിലും ഹാൻഡിൽ ചെയ്തേക്കുന്നത്. ഇത്രയും നേരം വരെ അവരത് വേറെ ആരോടും പറഞ്ഞിട്ടുമില്ല. നല്ല കാര്യം. അനീഷേട്ടനോട് പോലും ചോദിച്ചിട്ടില്ല. അവർ പറയുന്നുണ്ട് എന്നിട്ട് ഞങ്ങളത് ചോദിക്കത്തില്ല, നീ തന്നെ അത് ഡീൽ ചെയ്യണമെന്നുള്ള രീതിയിൽ. അപ്പോൾ അതിനിടയ്ക്ക് ആദില എന്നിട്ട് അനീഷേട്ടൻ്റെ അടുക്കുന്ന് നേരെ തിരിച്ചിട്ട് അനുമോളുടെ നൂറ അടുക്കലോട്ട് വന്നിട്ട് അവർ രണ്ടുപേരും ഇരിക്കുന്ന കാണുമ്പോഴത്തേക്ക് ഓഫ് കോഴ്സ് ആദിലയ്ക്ക് അറിയാം, അനുമോള് പറയും. കാരണം അവരാണ് എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ വഴക്കാണെങ്കിലും സുഹൃത്തുക്കളാണ്, അല്ലെങ്കിൽ അവരോടെ പറയത്തുള്ളതെന്ന് ആദിലയ്ക്കും അറിയാം. അതുകൊണ്ട് തന്നെ നൂറായിട്ടിരിക്കുമ്പോഴത്തേക്ക് വന്നിട്ട് നേരെ ആദില പറയുന്നുണ്ട്, ആ മനുഷ്യൻ ശരിക്കും മൂഡ് ഓഫ് ആണ്, പുള്ളി ഒന്നും മിണ്ടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് 2 പേരും, നൂറയും പറയുന്നുണ്ട് ആദിലയും പറയുന്നുണ്ട്, പുള്ളിയോട് കാര്യം പറയണം, നീ ഇവിടെ വെച്ച് തന്നെ കാര്യം പറയണം. അപ്പം അനുമോള് പറയുന്നുണ്ട്, പുള്ളിക്ക് പുറത്ത് വെച്ചായിരുന്നു ഇത് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ഹാൻഡിൽ ചെയ്യായിരുന്നു, ഇത് ഇത്രയും ക്യാമറയുടെ ഫ്രണ്ടിൽ ഞാൻ എന്ത് ചെയ്യും? അനുമോൾക്ക് പേടിയുണ്ട്, ഇത് പുറത്ത് എങ്ങനെയായി പോകുമെന്നുള്ള ഗംഭീരമായിട്ടുള്ളൊരു പേടി അനുമോക്കുണ്ട്. എന്തിനാണ് അനുമോൾ അങ്ങനെ പേടിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. അങ്ങനെ പേടിക്കാനും മാത്രമുള്ള തെറ്റൊന്നും അനുമോൾ ചെയ്തിട്ടില്ല. എന്തെങ്കിലും തെറ്റ് ചെയ്തോ? എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ സംഭവിക്കും അതിനകത്ത്. അതിനെ ഡീൽ ചെയ്യുന്ന രീതി അതായിരിക്കും എല്ലാവരും നോക്കുന്നത്. അനുമോൾ നീറ്റായിട്ട് ഡീൽ ചെയ്യണം. അല്ലാതെ പിന്നെ സംസാരിക്കാം, കുറച്ച് മുന്നേ പറയുന്നുണ്ട് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാം, അല്ല അതിനകത്ത് വെച്ച് സംസാരിക്കണം. അനുമോൾ എന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കാരണം അനീഷേൻ്റെ ഗെയിമിനി ഇല്ലാതെ ആവുമോ, പുള്ളി ഇനി ഗെയിംസിലൊക്കെ ഡൗൺ ആവുമോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനൊന്നും ഡൗൺ ആവത്തില്ല. അങ്ങനൊന്നും ഡൗൺ ആവുന്ന ഒരു മനുഷ്യൻ ഇപ്പം മോർണിംഗ് ആക്ടിവിറ്റി അടക്കുക, പുള്ളി അവിടെ ചില്ലായിട്ട് നിൽപ്പുണ്ട്. പക്ഷെ പുള്ളിക്ക് സങ്കടമുണ്ട്. പക്ഷെ പുള്ളി ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം പുള്ളിയുടെ തലയിൽ എപ്പോഴും ഉണ്ട്. പുള്ളി ഗെയിം കളിക്കുക തന്നെ ഉറപ്പായിട്ടും കളിക്കും. അതിനകത്തൊന്നും പുള്ളി ബാക്കിലോട്ട് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പോകാതിരിക്കട്ടെ. ഇനി ഇതിൻ്റെ പേരിൽ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് സെൻറ്റി അടിച്ച് അതിനെ കണ്ടന്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഓക്കെ. അതല്ലാതെ ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഒരു സാധു മനുഷ്യനാണ് പുള്ളിന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഈ സീസൺ തുടങ്ങിയപ്പം ഏറ്റവും കൂടുതൽ ആദ്യമേ പുള്ളിയെ വിമർശിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ആ മനുഷ്യനെ. പക്ഷേ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വെറുത്ത് ഇഷ്ടം നമുക്ക് തോന്നിയൊരു വ്യക്തിയാണ് അനീഷേട്ടൻ. അതുകൊണ്ട് തന്നെ പുള്ളിയെ ഇനിയും വെറുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായില്ല? ഞാൻ എൻ്റെ അഭിപ്രായമാണ് പുള്ളിയുടെ കാര്യത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളി അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്ന കാണുമ്പോൾ പുള്ളി അത് ജെനുവിനായിട്ട് ചെയ്തു എന്നുള്ളൊരു 99% അങ്ങനെ തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പുള്ളിക്ക് ആ ഒരു ഇഷ്ടമുണ്ട്, പുള്ളി അത് ഗെയിമിന് വേണ്ടി ചെയ്തതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നമുക്ക് അനുമോളോട് എന്നിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ, അനുമോളെ നീ പ്രേമിച്ചാൽ പറ്റത്തുള്ള അനീഷേട്ടനെ, അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതൊക്കെ അനുമോളുടെ ഇഷ്ടമാണ്. അത് അവർ തീരുമാനിക്കട്ടെ എന്താണ് ഇനി മുന്നോട്ടുള്ള അവരുടെ ഭാവി പരിപാടികൾ എന്നുള്ളതൊക്കെ.
അപ്പോൾ എന്താണെങ്കിലും ഇത് ഒരുപാട് നാറാതെ, ഒരുപാട് ഇട്ട് അതിനകത്തിട്ട് കുളം കുത്തി നശിപ്പിക്കാതെ അങ്ങ് ഡീൽ ചെയ്ത് വിടണം എന്നുള്ളൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. അനീഷേട്ടൻ ഗെയിമർ അല്ല, അല്ലെങ്കിൽ പുള്ളി മറ്റേ ലവ് ട്രാക്ക് പിടിക്കാനുള്ള കഴിവില്ല ഈ അവസാന നിമിഷം, അതൊന്നും പറയണ്ട. വേണമെന്ന് വെച്ചാൽ പുള്ളി അതും ചിലപ്പോൾ എല്ലാം പുള്ളി പിടിച്ചില്ല ഈ സീസണിൽ. അവസാനം എത്തിയപ്പോൾ ആ ലവ് ട്രാക്ക് വരെ ആക്കി. ഞാൻ അങ്ങനെ പറയുള്ളൂ. ശരിക്കും പണ്ടതൊരു ഗെയിം അല്ലെങ്കിൽ പോലും പുള്ളിയുടെ അകത്ത് ആ ഒരു ഇഷ്ടം വരുന്നു, പുള്ളി അത് പറയുന്നു. ഒരു സ്നേഹത്തിന്റെ ഒരു പരിപാടി അവിടെ വർക്കൗട്ട് ചെയ്തു. എല്ലാ സാധനവും പുള്ളി അവിടെ ഇട്ടു. പുള്ളിയുടെ മാക്സിമം പുള്ളി അവിടെ കൊടുത്തു. അനുമോളും മറ്റേ അനുമോൾ ഇപ്പം അത് കണ്ടന്റ് ആയിട്ട് ഉപയോഗിച്ചു എന്നൊക്കെ കുറെ പേര് പറഞ്ഞുകൊണ്ട് വരുമായിരിക്കും. അതിനകത്ത് ഞാൻ തെറ്റൊന്നും പറയത്തില്ല. കാരണം ജനങ്ങൾ കണ്ടു, അനുമോളും അനീഷേട്ടനും തമ്മിൽ നടന്ന കാര്യം ജനങ്ങൾ കണ്ടു. ഇന്നലെ രാത്രിയിലെ പ്രൊമോ വഴി എല്ലാവരും അറിഞ്ഞു. പിന്നെ അനുമോൾക്കും അറിയാം അത് പുറത്തേക്ക് പോകുന്നു. അപ്പൊ അത് ആദിലയോടും നൂറയോടും പറയുന്നതിനകത്ത് തെറ്റൊന്നുമില്ല. അത് പറഞ്ഞ അവിടെ അത് കത്തുകയാണെങ്കിൽ കത്തട്ടെ, മനസ്സിലായില്ലേ? എല്ലാവരും പറഞ്ഞ് ഇടപെടുമ്പോഴത്തേക്ക്. പക്ഷെ ആരും അനീഷേട്ടനെ കുറ്റം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ആ കേസിൽ ഒരിക്കലും കുറ്റം പറയാൻ സാധ്യതയില്ല. കാരണം പുള്ളി ഒരു നിഷ്കുവായിട്ടുള്ളൊരു മനുഷ്യനാണ്. എനിക്കങ്ങനെ തോന്നിയത്. ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്ന, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എന്താണെങ്കിലും പറയുക. കൂടാതെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. നമ്മുടെ കമന്റ് ബോക്സിൻ്റെ അവിടെ ഹൈപ്പ് വീഡിയോ ഉണ്ടല്ലോ, അതിലും ക്ലിക്ക് ചെയ്യുക. ഞാൻ ബാക്കി പോയി ലൈവ് കാണട്ടെ, എന്നിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.